പൊതുവഴികൾ പ്രാർത്ഥനയ്ക്കുള്ളതല്ല. അവിടെ ക്രമസമാധാനവും ജനങ്ങളുടെ സുഗമമായിട്ടുള്ള യാത്രയുമാണ് ഉറപ്പാക്കേണ്ടത് എന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പ്രസ്താവന ഇപ്പോൾ വലിയ ചർച്ചയാവുകയാണ്. എന്നാൽ ചില മുഖ്യധാരാ മാധ്യമങ്ങൾ പതിവ് പോലെ ഇതിനെ ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെയുള്ള നീക്കമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് യു.പിയിൽ സംഭവിക്കുന്നത് എന്ന് നോക്കാം. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന വികസന രാഷ്ട്രീയത്തിന്റെ കാഴ്ചപ്പാടാണ് യോഗി മുന്നോട്ട് വയ്ക്കുന്നത്. ലക്നൌവിൽ നടന്ന ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കവെയാണ് യോഗി ആദിത്യനാഥ് തന്റെ കർശനമായിട്ടുള്ള നിലപാട് വീണ്ടും വ്യക്തമാക്കിയത്. സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണ് ഭരണകൂടം ആദ്യം ശ്രമിക്കുക. എന്നാൽ അതിന് തയ്യാറായില്ലെങ്കിൽ നിയമം നടപ്പിലാക്കാൻ മറ്റു വഴികൾ തേടേണ്ടി വരും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. മതപരമായ ആചാരങ്ങളുടെ പേരിൽ പൊതുസ്ഥലങ്ങളും റോഡുകളും തടസ്സപ്പെടുത്താൻ ആർക്കും അവകാശമില്ല. പ്രാർത്ഥനകൾ വിശ്വാസികൾക്ക് നിർവഹിക്കാം. അതിനായി ഷിഫ്റ്റ് സമ്പ്രദായം പോലും ഏർപ്പെടുത്താമെന്നാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. ആളുകൾ കൂടുതലുണ്ടെങ്കിൽ സമയക്രമം നിശ്ചയിച്ച് പ്രാർത്ഥന നടത്താം. അല്ലാതെ റോഡിലിരുന്ന് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് അനുവദിക്കില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഒരു വിഭാഗത്തെ മാത്രം വേട്ടയാടുന്നു എന്ന തരത്തിലുള്ള വ്യാജ നറേറ്റീവുകളെ പൂർണ്ണമായും തള്ളിക്കളയുന്നതാണ് ഈ നിലപാട്. ഉത്തർപ്രദേശിൽ നിയമവാഴ്ച എല്ലാവർക്കും ഒരുപോലെ തന്നെ ബാധകമാണ്. ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനികൾക്കും എല്ലാവർക്കും. മുൻപ് 2026 പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും ഹൂഗ്ലിയിലെ റാലിയിൽ യോഗി ഇതേ വിഷയം ഉന്നയിച്ചിരുന്നു. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി റോഡുകൾ തടസ്സപ്പെടുത്തി പ്രാർത്ഥന നടത്താൻ അന്നത്തെ തൃണമൂൽ സർക്കാർ അനുമതി നൽകുമ്പോൾ മറുഭാഗത്ത് അവിടെ ഹിന്ദു ഉത്സവങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. ഇതിൽ നിന്നും വ്യത്യസ്തമായി യു.പിയിൽ വികസനവും ക്രമസമാധാനവും രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് നടപ്പിലാക്കുന്നത്. അവിടെ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന രീതിയിലാണ് യു.പിയിൽ വികസനം നടപ്പിലാക്കുന്നത്. മാധ്യമങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന ബി.ജെ.പിയുടെ മുസ്ലിം വിരുദ്ധ പ്രതിച്ഛായയ്ക്കപ്പുറം യോഗി സർക്കാർ ലക്ഷ്യമിടുന്നത് കൃത്യമായിട്ടുള്ള ഭരണനിർവഹണവും ജനങ്ങളുടെ സുരക്ഷയുമാണ്. ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം ഉറപ്പു നൽകുമ്പോൾ തന്നെ അത് മറ്റുള്ളവരുടെ അവകാശങ്ങളെ ഹനിച്ചുകൊണ്ടാകരുത് എന്ന ലളിതമായ ജനാധിപത്യ തത്വമാണ് ഇവിടെ നടപ്പാക്കുന്നത്. വിദ്വേഷ പ്രചാരണങ്ങൾക്കപ്പുറം ഈ തീരുമാനത്തിന് പിന്നിലെ ഭരണഘടനാപരമായിട്ടുള്ള തുല്യതയും പൊതുജന നന്മയും തിരിച്ചറിയേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക്.